വെടിനിർത്തലിന് ധാരണയായതായി അമേരിക്ക പറയുന്നു. ആരാണ് വെടിനിർത്തലിന് ധാരണയായത്? ഇസ്രയേൽ ധാരണയായോ? ഇറാൻ ധാരണയായോ? ഇപ്പോഴും ആ മേഖലയിൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നു. ഇറാൻ പറയുന്നു ഇസ്രയേൽ യുദ്ധം നിർത്തിയാൽ, ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ വെടിനിർത്തലിന് ധാരണയാകാമെന്ന്. എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും ഇറാൻ്റെ പല ഭാഗത്തേക്കും ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലേക്കും മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനൊട്ട് വഴങ്ങിക്കൊടുക്കാനും തയ്യാറല്ല. ഇന്നലെ ഇറാൻ ഖത്തറിൻ്റെ അമേരിക്കൻ താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രസ്താവന വന്നത്. ഇന്നലെ ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ആ മേഖല ആകെ ഒരു ഭീതിജനകമായ അവസ്ഥയുണ്ടായി. പല രാജ്യങ്ങളും തങ്ങളുടെ വ്യോമ താവളങ്ങൾ അടക്കുകയുണ്ടായി. ഖത്തറാണെങ്കിലും ബഹ്റിനാണെങ്കിലും അതീവ സുരക്ഷ, ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തി. എല്ലാവരോടും സുരക്ഷിത സ്ഥാനങ്ങളിൽ തങ്ങാൻ നിർദ്ദേശം വരെ കൊടുക്കുകയുണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രസ്താവന വന്നത്. ഇസ്രയേലും ഇറാനും യുദ്ധം അവസാനിപ്പിക്കുന്നു, വെടിനിർത്തലിന് ധാരണയായെന്ന്. എന്നാൽ ഇപ്പോഴും വെടിനിർത്തലിന് യാതൊരുവിധ ധാരണയും ഉണ്ടാകാത്ത രീതിയിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അമേരിക്കയുടെ തന്ത്രമാണ്. അമേരിക്ക തങ്ങൾ നിശ്ചയിക്കുന്ന കാര്യം, തങ്ങൾ നിശ്ചയിക്കുന്ന പോലെ തന്നെ ഈ ലോകരാഷ്ട്രങ്ങൾ പെരുമാറണമെന്ന് അവർ നിശ്ചയിക്കുന്ന ഒരു രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? രണ്ട് രാജ്യങ്ങളുമായി പരസ്പരം സംസാരിച്ച ഒരു ധാരണയിലെത്താതെ തങ്ങൾ വെടിനിർത്താൻ പറഞ്ഞു, അവർ വെടിനിർത്തുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം അമേരിക്ക ചെയ്യേണ്ടത് ഇസ്രയേലിനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യമാക്കി ഇസ്രയേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമാണല്ലോ ഇസ്രയേൽ. ഇസ്രയേലിനോട് ആദ്യമേ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇറാനെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഇറാനുമായിട്ട് അടുത്ത ബന്ധമുള്ള രാഷ്ട്രങ്ങളോട് ഇറാനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുക. ഇത് രണ്ടുപേരോടും പരസ്പരം സംസാരിക്കാതെ അമേരിക്ക സ്വയം വലിയേട്ടൻ മനോഭാവം കളിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നു, യുദ്ധം വെടിനിർത്തലിന് ധാരണയായി എന്ന് ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ, അവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ മണ്ടത്തരമല്ലേ? കാരണം ഇപ്പോഴും ആ മേഖലയിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ മേഖലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലൊരു ധാരണയിലെത്താതെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് വലിയ മണ്ടത്തരം തന്നെയാണ്. കാരണം ആദ്യം അവർ തമ്മിലൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയും പരസ്പരം ഒരു ധാരണയിലെത്തുകയും ചെയ്ത ശേഷം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുകയാണ് നല്ലത്. അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരം തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു, അവർ യുദ്ധം വെടിനിർത്തലിന് ധാരണയായി എന്നൊക്കെ പറയുന്നത് വെറും ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പ്രസ്താവനയാണെന്നാണ്, മണ്ടന്മാരാക്കുന്ന പ്രസ്താവന തന്നെയാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം